ദൈവത്തെ വിളിക്കുന്ന ഓരോ ദൈവമക്കളും എക്കാലവും കൊതിക്കുന്നൊരു കാര്യമാണ് ദൈവം നമ്മോട് കൂടെ ഇരിക്കണം എന്നുള്ളത്. ദൈവം ഒരു മനുഷ്യനോട് പറയുകയാണ്, ഞാൻ നിന്നോട് കൂടെ ഇരിക്കും. അതാണിന്ന് നമ്മൾ ധ്യാനിക്കുന്ന വചനം. ഉൽപ്പത്തി പുസ്തകം 26-ാം അധ്യായം 3-ാമത്തെ വചനം. ഞാൻ നിന്നോട് കൂടെ ഇരുന്ന് നിന്നെ അനുഗ്രഹിക്കും. ദൈവം ഇസഹാക്കിനോട് പറയുന്ന ഒരു ദൈവശബ്ദമാണ്. ആദ്യത്തെ വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ അബ്രഹാമിന്റെ കാലത്തുണ്ടായ പോലെ തന്നെ ഒരു ക്ഷാമം ഇസഹാക്കിന്റെ കാലത്തും ഉണ്ടായി. എന്താ ക്ഷാമം? സന്തോഷകരമായി ജീവിക്കാൻ കഴിയാത്ത അന്തരീക്ഷം എന്ന് പറഞ്ഞാൽ സാമ്പത്തിക തലത്തിലും ആത്മീക തലത്തിലും എല്ലാ മേഖലയിലും അതിഭയങ്കര വരൾച്ച അല്ലെങ്കിൽ ദാരിദ്ര്യം. ഇതിനെയാണ് ക്ഷാമാവസ്ഥ എന്ന് വായിക്കുന്നത്. പക്ഷെ പാട്ടുകാരൻ ഒരിക്കൽ പാടി, ക്ഷാമകാലത്തും കർത്താവ് നിന്നെ ക്ഷേമത്തോടെ പോറ്റും. നമ്മുടെ ജീവിതത്തിൽ ഒരു ക്ഷാമം വന്നാൽ പെട്ടെന്ന് നിരാശ നമ്മളെ കയറിപ്പിടിച്ച് ഇനിയും ജീവിക്കാൻ പറ്റത്തില്ലെന്ന് ചിന്തിക്കുന്ന ധാരാളം പേരുണ്ട്. എന്നാൽ അങ്ങനെയല്ല. വേദപുസ്തകത്തിൽ നമ്മൾ ശ്രദ്ധിച്ചു പഠിക്കണം. ക്ഷാമം ജീവിതത്തിൽ വന്നപ്പോൾ ഭക്തന്മാരെങ്ങനെയാണ് ക്ഷാമത്തെ നേരിട്ടത്? അബ്രഹാമിന്റെ കാലത്ത് നേരത്തെ ക്ഷാമം ഉണ്ടായി. അബ്രഹാം അപ്പോൾ മിസ്രൈമിലേക്ക് ഇറങ്ങിപ്പോയി. ഇസഹാക്കിന്റെ കാലത്തും ക്ഷാമം ഉണ്ടായപ്പോൾ ഇസഹാക്ക് മിസ്രൈമിലേക്ക് പോകാൻ തീരുമാനിക്കുമ്പോൾ ദൈവം പറഞ്ഞു, ഇസഹാക്കേ, നീ മിസ്രൈമിൽ പോകരുത്, നീ ഇവിടെ തന്നെ പാർക്ക്, ഇവിടെ വെച്ച് ഞാൻ നിന്നെ അനുഗ്രഹിക്കാം. ആ മനുഷ്യനോട് ദൈവം പറഞ്ഞ ഒരു വാക്കാണ്, ഞാൻ നിന്നോട് കൂടെ ഇരുന്ന് നിന്നെ അനുഗ്രഹിക്കും. ആരോടൊക്കെയോ കർത്താവ് സംസാരിക്കുക. നിന്റെ ക്ഷാമം തീരാൻ സമയമായി, നിന്റെ കഷ്ടകാലം തീരാൻ സമയമായി, നിന്നോട് കൂടെ ഇരുന്ന് ദൈവം നിന്നെ അനുഗ്രഹിക്കാൻ സമയമായി. മുമ്പോട്ട് നമ്മൾ പഠിക്കുമ്പോൾ ക്ഷാമമുള്ള ദേശത്ത് തന്നെ ഇസഹാക്ക് വിതച്ചു, 100 മേനി ഫലമുണ്ടായി. ദൈവം അവനെ വർദ്ധിപ്പിച്ചു, അവൻ മഹാധനവാനായി തീർന്നു. സ്തോത്രം. എന്നാൽ നമ്മളിവിടെ പഠിക്കുമ്പോൾ എത്ര വലിയ ക്ഷാമമുള്ള സാഹചര്യത്തിലും നിന്നെ അനുഗ്രഹിക്കാൻ ദൈവത്തിന് കഴിയും. അതിനകത്ത് ഒരു പദമാ, ഞാൻ നിന്നോട് കൂടെ ഇരുന്ന് നിന്നെ അനുഗ്രഹിക്കും. ഇന്ന് ഈ വചനം ഒന്ന് ഏറ്റെടുക്കാമോ? കർത്താവേ, എൻ്റെ കൂടെ ഇരുന്ന് എന്നെ ഒന്ന് അനുഗ്രഹിക്കണേ. കണ്ണുകളെ അടച്ചു പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കൂടെ കൂടെ ക്ഷാമം, ശൂന്യാവസ്ഥ, വരൾച്ച ഞങ്ങളുടെ ജീവിതത്തിൽ വന്നു ഭവിക്കാറുണ്ട്. ഭക്തന്മാരതിനെ നേരിട്ടത് ദൈവശബ്ദം കൊണ്ടാണെങ്കിൽ, കർത്താവേ, ഇസഹാക്കിനെ കൂടെ ഇരുന്ന് അനുഗ്രഹിച്ച ദൈവം ഇന്ന് എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന മക്കളെ കൂടെ ഇരുന്ന് അനുഗ്രഹിക്കണം. അവരെ നിന്റെ നാമം ചൊല്ലി പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. അവർ അനുഗ്രഹിക്കപ്പെടട്ടെ, യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ഈ ദിവസങ്ങളിൽ നിന്റെ കൂടെ ഇരുന്ന് നിന്നെ അവൻ അനുഗ്രഹിക്കും. സമയമായി. ഗോഡ് ബ്ലസ് യു.